സ്പോർട്സ് പ്രവചിച്ചാൽ അത് അച്ചട്ടാണ്. മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ ഇത്തവണയും EA സ്പോർട്സിന്റെ പ്രവചനമാണ് അർജന്റീനിയൻ ആരാധകരുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നത്. വീഡിയോ ഗെയിമിംഗ് രംഗത്തെ ഭീമന്മാരാണ് അമേരിക്ക ആസ്ഥാനമായ സ്പോർട്സ്. ഓരോ ലോകകപ്പ് വരുമ്പോഴും സ്പോർട്സ് കണക്കുകളുമായി എത്തും. ഓരോ താരങ്ങളുടെയും പ്രകടനം വിലയിരുത്തും. പിന്നെ ഒറ്റ പ്രവചനം. 2010 സ്പെയിൻ കിരീടം നേടുമെന്ന് പ്രവചിച്ചു. സ്പാനിഷ് സുവർണനിര ഏവരെയും ഞെട്ടിച്ച് ആദ്യമായി കിരീടം നേടി. 2014 ജർമ്മനിക്കൊപ്പമായിരുന്നു സ്പോർട്സ്. കളത്തിലും മാറ്റമുണ്ടായില്ല. 2018 നെയ്മാറും മെസ്സിയും റൊണാൾഡോയുമൊക്കെ വൻ പ്രതീക്ഷയുമായി എത്തിയെങ്കിലും കിലിയൻ എംബപ്പയുടെ ഫ്രാൻസ് ആയിരുന്നു സ്പോർട്സിന്റെ ടീം. ഫൈനൽ കഴിഞ്ഞപ്പോൾ പ്രവചനം വീണ്ടും സക്സസ്. ഫ്രാൻസ് ചാമ്പ്യന്മാർ. 2022 പ്രായം 35 കടന്നെങ്കിലും മെസ്സി കിരീടം നേടുമെന്ന് സ്പോർട്സ് പ്രവചനം. മെസ്സിപ്പടയുടെ തേരോട്ടം കണ്ട ഖത്തറിൽ സ്പോർട്സ് പ്രവചനം വീണ്ടും വിജയിച്ചു. ഇത്തവണ സ്പോർട്സ് അർജന്റീനയ്ക്കൊപ്പമല്ല, സ്പെയിൻ കിരീടം നേടുമെന്നാണ് പ്രവചനം. സെമി ഫൈനലിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഇപ്പോൾ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ഇനി അർജന്റീനയ്ക്കെതിരെയുള്ള ഫൈനൽ പോരാട്ടം മാത്രമാണ് മുന്നിൽ. ചുമ്മാ കണ്ണടച്ച് പ്രവചിക്കുന്നതല്ല സ്പോർട്സിന്റെ രീതി. എല്ലാത്തിനും കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ട്. കളിക്കാരുടെ വ്യക്തിഗത റേറ്റിംഗ്, ടീമുകളുടെ കരുത്ത്, തന്ത്രങ്ങൾ, മുൻകാല പ്രകടനങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു ഡാറ്റാബേസ് ഉപയോഗിച്ചാണ് സ്പോർട്സ് ഈ പ്രവചനം നടത്തുന്നത്. AI-യുടെയും നൂതന അൽഗോരിതങ്ങളുടെയും സഹായത്തോടെ ടൂർണമെന്റിലെ മത്സരങ്ങൾ കമ്പ്യൂട്ടറിൽ പുനഃസൃഷ്ടിച്ചാണ് ഫലം കണ്ടെത്തുന്നത്. സ്പോർട്സിന്റെ അപൂർവമായ ഈ പ്രവചന പരമ്പര 5ാം തവണയും തികയുമോ, അതോ കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്ക് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.